ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ വീവരം ജോർജ് കുട്ടി. ഒരിക്കൽ ഞാൻ ഒരു ക്രിസ്തീയ സ്നേഹിതനുമായി സംസാരിച്ചപ്പോൾ ബൈബിളിലെ ഉപദേശപരമായ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടി വന്നു. രക്ഷ, സ്നാനം ആദിയായ വിഷയങ്ങളെല്ലാം സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, എഫേസ്യ ലേഖനത്തിൽ 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന് എന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ തന്നെ മാമോദീസ ഏറ്റതാണ്. അതുകൊണ്ട് പാസ്റ്റർ പറയുന്ന വിശ്വാസ സ്നാനം ഇനി ഏൽക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയുണ്ടായി. എന്നാൽ ഈ പൗലോസ് തന്നെ അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, താൻ ഒരിക്കൽ എഫെസോസിൽ ചെന്നപ്പോൾ അവിടെ ചില ശിഷ്യന്മാരെ കണ്ടിട്ട്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പുതിയ നിയമത്തിൽ കർത്താവ് കൽപ്പിച്ച സ്നാനത്തിൽ നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം ഏൽക്കണമെന്നാണ് ദൈവീയ വ്യവസ്ഥ. അപ്പോൾ ഇവർ പരിശുദ്ധാത്മാവിൻ്റെ പേര് പോലും കേട്ടിട്ടില്ലെങ്കിൽ പൗലോസിന് സംശയം തോന്നി, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, യോഹന്നാൻ്റെ സ്നാനം എന്ന് പറഞ്ഞു. യോഹന്നാൻ്റെ സ്നാനം പുതിയ നിയമത്തിലെ കർത്താവ് സ്ഥാപിച്ച ആ സ്നാനമല്ല. മാനസാന്തരത്തിനായി വരുന്നവരെ മാനസാന്തര സ്നാനമാണ് യോഹന്നാൻ കഴിപ്പിച്ചത്. എന്നാൽ കർത്താവ് അപ്പോസ്തലന്മാർ മുഖാന്തരമായി പെന്തക്കോസ്ത് നാളിൽ തുടങ്ങിവെച്ച പുതിയ നിയമസഭയുടെ സ്നാനം മാനസാന്തര ശേഷമുള്ള സ്നാനമാണ്. ബൈബിളിൽ നമ്മൾ സ്നാനത്തെക്കുറിച്ച് വായിക്കുമ്പോൾ അവൻ അപ്പോസ്തലപ്രവൃത്തി 2:41 അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അപ്പോസ്തലപ്രവൃത്തി 8:12 അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. അപ്പോസ്തലപ്രവൃത്തി 8:37 പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച് സ്നാനമേറ്റു. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 44 മുതൽ 48 വരെ വചനം കേട്ട് വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ സ്നാനമേറ്റു. കൊരിന്ത്യലേഖനം 18:8 കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം 1 മുതൽ 7 വരെ എഫെസോസിൽ വിശ്വസിച്ച് ശിഷ്യരായവർ സ്നാനമേറ്റു. അപ്പോസ്തലപ്രവൃത്തി 2:38 മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റു. അപ്പോൾ സ്നാനത്തിന് മുൻപ് സ്നാനപ്പെടുന്ന ആളിൽ വിശ്വാസം നടക്കണമെന്നുള്ളത് കൃത്യമായ കാര്യമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ മാമോദീസ ഏറ്റ സമയത്ത് യേശുവിൽ വിശ്വസിച്ചിട്ടാണോ മാമോദീസ ഏറ്റത് എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏറ്റതല്ല, എന്നെ സ്നാനം ഏൽപ്പിച്ചതാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. തൻ്റെ മാതാപിതാക്കന്മാരും പള്ളിയിലെ പുരോഹിതന്മാരും കൂടെ ചേർന്ന് എട്ടും പൊട്ടും അറിയാൻ പറ്റാത്ത കുഞ്ഞിനെ മാമോദീസ ഏൽപ്പിച്ചതാണ്. കർത്താവായ യേശു പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ്. സ്നാനം ഏൽപ്പിക്കപ്പെടുകയല്ല, സ്നാനമേൽക്കുക, സ്വയമായി ഏൽക്കുക. ഷണ്ണനും പീലിപ്പോസും അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം വായിക്കുമ്പോൾ, ഷണ്ണനും പീലിപ്പോസും അവരുടെ രഥയാത്രയിൽ വെള്ളം കണ്ടപ്പോൾ ഷണ്ണം പറഞ്ഞു, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിനെ എന്ത് വിരോധമെന്ന് പറഞ്ഞു. അവനെ സ്നാനപ്പെടുത്തിയില്ല. ഉടനെ പീലിപ്പോസ് ചോദിക്കുന്നു, നീ പൂർണ്ണ ഹൃദയത്തോടുകൂടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാമെന്ന് പറഞ്ഞു. റോമാലേഖനം 16-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ, നർക്കീസോസിൻ്റെ ഭവനക്കാരിൽ കർത്താവിൽ വിശ്വസിച്ചവർക്ക് വന്ദനം ചൊല്ലുവിൻ. അപ്പോൾ ഭവനം ഉണ്ടെന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളെല്ലാം അതിനകത്ത് ബാധകമല്ല. കുഞ്ഞുങ്ങൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകത്തില്ല, അതുകൊണ്ട് മുന്നമേ സ്നാനപ്പെടുത്തുക എന്ന് പറയാറുണ്ട്. അത് തെറ്റായ ഒരു പ്രവണതയാണ്. കർത്താവിൻ്റെ അടുക്കൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ തടഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം അവർക്കുള്ളതാണ് എന്ന് ദൈവത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചോദിക്കാം, കുഞ്ഞുങ്ങൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ? അത് ക്രിസ്ത്യാനിയുടെയല്ല, ഏത് കുഞ്ഞായാലും തെറ്റും ശരിയും തിരിച്ചറിയുന്നതിന് മുൻപ് തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുവാൻ പ്രായമാകുന്നതാണ് പ്രായം.
ഏത് കുഞ്ഞു മരിച്ചാലും സ്വർഗത്തിൽ പോകും. കർത്താവിൻ്റെ അടുക്ക കൊണ്ടുവന്ന കുഞ്ഞുങ്ങളും മാമോദീസ ഏറ്റിട്ട് വന്ന കുഞ്ഞുങ്ങളൊന്നുമല്ല. നിങ്ങളും തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് വായിക്കുന്നു. ഒരുത്തൻ്റെ ഏകൻ്റെ അനുസരണയ്ക്ക് എന്നാൽ അനേകർ പാപികളായി തീർന്നപ്പോൾ കർത്താവായ യേശുവിൻ്റെ അനുസരണത്താൽ നമ്മെ നീതിമാന്മാരാക്കി ദൈവം തീർത്തു. പിന്നീടുള്ളത് നമ്മുടെ കർമ്മഭാവമാണ്. ജന്മഭാവമെല്ലാം കർത്താവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തോടുകൂടെ കംപ്ലീറ്റ് ആയി തീർത്തു. ഇനി നമുക്കുള്ളത് കർമ്മഭാവമാണ്. കർമ്മഭാവം ഉണ്ടെന്ന് പറയുമ്പോൾ തിരിച്ചറിവിൻ്റെ പ്രായമാകുമ്പോൾ തെറ്റ് തിരുത്തുവാനും യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാനും അവൻ തയ്യാറാകണം. അങ്ങനെ ഒരാൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അവനിൽ ഒരു മരണം നടക്കുന്നു. ആ മരണം എന്താ? പാപസംബന്ധമാവുന്ന പഴയ ആൾ മരിച്ചുപോയി. മരിച്ചയാളിനെ വെള്ളത്തിൽ കുഴിച്ചിടുന്ന, വെള്ളമാകുന്ന സെമിത്തേരിയിൽ കുഴിച്ചിടുന്ന ഒരു ചടങ്ങാണ് സ്നാനം എന്നുള്ളത്. വെള്ളത്തിൽ മുങ്ങുമ്പോൾ കർത്താവ് മരിച്ച് അടക്കപ്പെട്ടതുപോലെ ഞാനും മരിച്ച് അടക്കപ്പെടുന്നു. പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് മുങ്ങുമ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ തെളിവാണ് വിശ്വാസ സ്നാനം. അതുകൊണ്ട് മാമോദീസ എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളെ ചൈൽഡ് ബാപ്റ്റിസം നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ വിശ്വസിച്ചിട്ടല്ല, അതേ ആ കുഞ്ഞിന് പകരമായി തലത്തൊട്ടപ്പനാണ്. ബൈബിളിൽ സ്നാനപ്പെട്ടിടത്തെല്ലാം നിങ്ങൾ ആദ്യോടൊന്നും പരിശോധിച്ച് നോക്കുക. സ്നാപകനും സ്നാനാർത്ഥിയും മാത്രമേ ഉള്ളൂ. 3 പേരുടെ ആവശ്യമില്ല. 3 പേരുടെ ആവശ്യം വരുന്നത് സ്നാനപ്പെടുന്ന കുഞ്ഞിന് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. 2 പേര് മാത്രമേ സ്നാനത്തിലുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നാം ഏറ്റ സ്നാനം തെറ്റാണെങ്കിൽ രണ്ടാമത് നാം സ്നാനം ഏൽക്കണം. സ്നാനം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ പൗലോസ് എഫെസോസിൽ ചെന്നപ്പോൾ അവരേറ്റ സ്നാനം തെറ്റാണെന്ന് ബോധ്യമാക്കിയപ്പോൾ അവരെ വീണ്ടും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൗലോസ് രണ്ടാമത് സ്നാനപ്പെടുത്തി. അതുകൊണ്ട് രണ്ടാമത് സ്നാനപ്പെടണമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണെന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓർത്തുകൊള്ളണം. നമ്മൾ ആ കാര്യങ്ങൾ പറയുമ്പോൾ പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ചൊല്ലാറുണ്ട്. വിശ്വാസ പ്രമാണം വിട്ടുപോകരുതെന്ന് നമ്മൾ ചൊല്ലാറുണ്ട്. പൗലോശ്രീയ ധന്യൻ ചൊൽകേട്ടൻ ഇതേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊടി ചിങ്ങൊരുവൻ വന്ന് അറിയിച്ചാൽ മാനവനെങ്കിലും ആദൂരൻ താരേൽക്കും സഭയിൻ ശാപം പലതരം ഉപദേശങ്ങൾ അഹോ പാരിൽ മുളച്ചു വരക്കുന്നു ദൈവത്തിൻ്റെ ഉപദേശം തൊട്ട് അവസാനിപ്പിപ്പോൾ ധന്യൻ. എല്ലാ ആഴ്ചയും അത് ചൊല്ലും. അപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞ ആ കാര്യം പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരണമെന്നാണ് എല്ലാ ആഴ്ചയും ചൊല്ലുന്നത്. അതിന് വിപരീതമായി ചെയ്താൽ നാം ശപിക്കപ്പെട്ടവൻ എന്ന ദൈവവചനത്തിൽ കൂടെ നമ്മൾ തന്നെ എല്ലാ ദിവസവും ചൊല്ലുന്ന കാര്യമാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ സ്നാനം ഒന്നേ ഉള്ളെന്ന് പൗലോസ് പറഞ്ഞെങ്കിലും ഞാൻ ചെയ്ത സ്നാനം തെറ്റാണെങ്കിൽ രണ്ടാമത് ദൈവ വ്യവസ്ഥ പ്രകാരം സ്നാനപ്പെടണമെന്ന് ദൈവവചനം പറയുന്നു. ഞാനൊരു ചെറിയ ഉദാഹരണത്താൽ ആ കാര്യം നിങ്ങളുടെ മുൻപാകെ തെളിയിക്കാം. മലയാളം അല്പമായി പറയാനറിയാം, എന്നാൽ മലയാളം വായിക്കാൻ അറിയത്തില്ല. വിദേശത്ത് ജനിച്ചു വളർന്ന ഒരു പയ്യൻ കോട്ടയത്ത് ചെന്നിട്ട് പരുമലപ്പള്ളി പെരുന്നാളിന് പോകുവാനായി കോട്ടയത്ത് ബസ് സ്റ്റാൻഡിൽ ചെന്നു. അവന് മലയാളം വായിക്കാൻ അറിയാത്തത് കൊണ്ട് അടുത്ത് നിന്നെ ഒരു അച്ചായനോട് ചോദിച്ചു, അച്ഛാ മാന്നാറിനുള്ള വണ്ടി ഏതാന്ന് ചോദിച്ചു. പെട്ടെന്ന് ആ ചോദിച്ച ആളിൻ്റെ കാഴ്ചശക്തി കുറവോ ദൂരക്കാഴ്ച ഇല്ലായ്മയോ അവിടെ ഒരു 3-6 വണ്ടി കിടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, ദാണ്ട് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കിടക്കുക, മാന്നാർ വണ്ടിയാ, കയറിക്കോളാൻ പറഞ്ഞു. പയ്യന് മലയാളം അറിയാൻ വയ്യാത്തത് കൊണ്ട് പെട്ടെന്ന് ഓടിക്കയറി വണ്ടിയെ കയറി ഒരു സൈഡ് സീറ്റ് ഉറപ്പിച്ച് അവിടെ ഇരുന്നു. അവൻ്റെ ഉള്ളിൽ എനിക്ക് മാന്നാറിന് പോകണം, മാന്നാത്തുനിന്ന് പരുമലപ്പള്ളി പോകണമെന്നാണ് അവൻ്റെ ചിന്ത. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ വന്നു. ടിക്കറ്റ് എന്ന് പറഞ്ഞു. ഉടനെ ഇവൻ പറഞ്ഞു, സാറേ എനിക്കൊരു മാന്നാർ ടിക്കറ്റ് തരണമെന്ന് പറഞ്ഞു. ഉടനെ കണ്ടക്ടർ പറഞ്ഞു, കുഞ്ഞെ തെറ്റിപ്പോയി, ഇത് മാന്നാർ വണ്ടിയല്ല മൂന്നാർ വണ്ടിയാന്ന് പറഞ്ഞു. ഉടനെ അവൻ പറയുക, ഞാൻ ഇറങ്ങത്തില്ല, എന്നെ മാന്നാത്ത് തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ ഇപ്രകാരം പറയും, കുഞ്ഞെ ഞങ്ങളുടെ പെർമിറ്റ് മൂന്നാറിന് പാനാണ്, മാന്നാറിന് പോകുവാൻ ഞങ്ങളെ അനുവദിച്ചിട്ടില്ല, നീ നിർബന്ധം പിടിക്കരുത്, നിർബന്ധം പിടിച്ചാൽ നീ മാന്നാറിലും പരുമലപ്പള്ളിയിലും പോത്തില്ല, നീ മൂന്നാറിൽ തന്നെ പോത്തുള്ളൂ. അതിനൊരു കാര്യം ചെയ്യ്, നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങ്, ഇതുവരെയുള്ള ടിക്കറ്റിൻ്റെ പൈസ നീ തരണ്ട, നീ ഇവിടെ ഇറങ്ങിയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാൽ മാന്നാറിനുള്ള വണ്ടി വരും, ഉടനെ നീ മാന്നാർ വണ്ടിയെ കയറ്, അങ്ങനെ കയറിയാൽ നിനക്ക് പരുമലപ്പള്ളി പോകാം. ആ ബാലൻ പറയുക, ഞാൻ ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ മൂന്നാറിലേ പോകത്തുള്ളൂ.
ഞാൻ ഒന്ന് സ്നാനമേറ്റു അത് മതിയെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് നിൽക്കരുതേ. തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കിയാൽ അവിടെ നിന്ന് ഇറങ്ങണം. വിശ്വാസ സ്നാനം നടത്തുന്ന അനേക സഭകൾ കേരളക്കരയിലും മറ്റു പല സ്ഥലത്തും എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. തെറ്റുപറ്റിയാൽ അതിൽ നിന്ന് ഇറങ്ങണം. ഇറങ്ങിയിട്ട് വിശ്വാസ സ്നാനം നടത്തുന്ന കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസ സ്നാനം സ്വീകരിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവ് തന്നെ യോർദാൻ നദിയിൽ ഇറങ്ങി വെള്ളത്തിൽ നിന്ന് പൊങ്ങി വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കോനാട്ട് മാത്തൽമെപ്പാൻ അവരുടെ സുറിയാനി ഭാഷാന്തരത്തിൽ എഴുതിയിരിക്കുന്നത് യേശു വെള്ളത്തിൽ നിന്ന് പൊന്തിയപ്പോഴെന്നാണ്, വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോഴെന്നാണ്. അതേ, പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സ്നാനമാണ് ദൈവപ്രകാരമുള്ള സ്നാനം. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഇതുവരെ ആ സ്നാനം സ്വീകരിപ്പാൻ തയ്യാറായിട്ടില്ലെങ്കിൽ എത്രയും വേഗം സത്യം മനസ്സിലാക്കി വിശ്വാസ സ്നാനം സ്വീകരിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നു. തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസത്തിന് ശേഷമുള്ള സ്നാനത്തെക്കുറിച്ച് മുൻപിരി കൂടാതെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ പ്രസംഗിച്ച സ്നാനം തിരുവചന വെളിച്ചത്തിൽ ശിശുസ്നാനം തെറ്റോ ശരിയോ എന്ന വിഷയത്തെപ്പറ്റി 9 പാട്ടുകൾ ഉള്ള വീഡിയോ യൂട്യൂബിൽ ലഭ്യമാണ്. യൂട്യൂബിൽ കയറി വീവരം ജോർജ് കുട്ടിയെ അടിച്ചാൽ നിങ്ങൾക്കത് പഠിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി ഉത്സാഹിച്ചാട്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.